അപ്പോൾ ഇത് തന്നെയാണ് വെളുത്തുള്ളിയുടെ ഇല. കാണാൻ രസമുണ്ട്. പണ്ട് ചുവന്നുള്ളിയും സവോളയും കൃഷി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇല പോലെ തന്നെ ഉണ്ട്, വ്യത്യാസമൊന്നുമില്ല. ഇത് പിന്നെ അതേ ചെടിച്ചട്ടിയിൽ വളരുന്ന വെണ്ടയാണ്, മുളച്ച് വന്നിട്ടേ ഉള്ളൂ. അടുത്തുള്ള ഒരു ചെടിച്ചട്ടിയിലും കൂടെ ചെറുതായിട്ട് വെളുത്തുള്ളി മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അവിടെയുണ്ടൊരു വെണ്ട, പക്ഷെ ഉഷിരായിട്ടില്ല. ഇനി ഇവിടത്തേക്ക് അടുത്ത ചെടിച്ചട്ടിയിലേക്ക് നോക്കുമ്പോൾ ഇതാ ഇന്ന് പുതുതായിട്ട് ഒരെണ്ണം കൂടെ മുളച്ച് വന്നിട്ടുണ്ട്. ഇതും വെളുത്തുള്ളി ആയിരിക്കും. അപ്പോൾ 3 വെളുത്തുള്ളി തൈകളായി. 10 ഞാൻ നട്ടിരുന്നത്, അത് 3 ഇനി എത്ര എണ്ണം മുളയ്ക്കുന്നുള്ള കണ്ടറിയണം. കുറച്ച് ദിവസമേ പിടിച്ചിട്ടുള്ളൂ, അധികം താമസം ഉണ്ടായിട്ടില്ല, വേഗം തന്നെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിലും ബാക്കി മുളയ്ക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ചെടിച്ചട്ടിയിൽ ഞാൻ ഇത് മാത്രമേ കണ്ടിരുന്നുള്ളൂ, പക്ഷേ നോക്കുമ്പോൾ ഈ വെണ്ടയുടെ അടുത്ത് ഒരെണ്ണം കൂടി ഉണ്ട്. ഇതാ കണ്ടോ, ഒരെണ്ണം കൂടെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ 2 വെളുത്തുള്ളി മുളച്ചു. ഓരോ ചട്ടിയിലും 2 വീതം നട്ടിരുന്നത്, 5 ചട്ടിയിലും 10 എണ്ണം. അപ്പോൾ ഇതിൽ മുളയ്ക്കാനുള്ളതൊക്കെ മുളച്ച് കഴിഞ്ഞു.